Good morning. Good morning. Bad morning, guys. Okay, so ഞാൻ രാവിലെ എണീറ്റ് പല്ലിക്കാൻ പോവാണ്. ഇപ്പോൾ എണീറ്റുള്ളൂ ആൻഡ് ഒരു 11:30 ആയിട്ടുണ്ട്. നല്ലൊരു ബാഡ് നൈറ്റായിരുന്നു ഇന്നലെ. ഞാനും അഖിലും കൂടെ തല്ലുകൂടി ഇൻ ദ സെൻസ് ലൈക്ക് ഫൈറ്റ്, വാക്കാൽ ഫൈറ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നലെ ഡ്രങ്ക് രാവിലെ 8 ഇപ്പോൾ ഹാങ് ഓവർ പടം പോലെയായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ പൂജാപ്പയോട് പോയി ചോദിച്ചപ്പോൾ ഷി വാസ് മാഡ് അറ്റ് മീ. സോ എനിക്ക് കുറേ കാര്യങ്ങൾ വിഷമമായി. അപ്പോൾ ആള് ഇന്നലെ കുറച്ച് ആഘോഷിച്ചിട്ട് എന്താ പറയുക, കിടന്നുറങ്ങി, സോഫയിൽ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയാനൊന്നും കേട്ടില്ല, കിടന്നുറങ്ങി. അതിലെനിക്ക് വിഷമമുണ്ടായി. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് കിടന്നുറങ്ങി. ഇതാണ് ഇപ്പം ഉണ്ടായത്. മച്ചാൻ എന്താ പറയുക, സോഫയിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ വിളിച്ചില്ല എന്ന് മാത്രത്തിൽ പറയരുത്, ഞാൻ വിളിച്ചു, പക്ഷെ മച്ചാൻ വന്നില്ല, കാരണം ബോധമില്ല. ഓക്കെ, കുഞ്ഞുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. കുഞ്ഞ് പറഞ്ഞു പേടിക്കേണ്ട, വലിയ അലമ്പൊന്നും പൊട്ടിയിട്ടില്ല. ഇന്നലെ പൂജാപ്പി വെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഫൈറ്റിൻ്റെ എന്തോ ഇഷ്യൂ, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ, അവൾ വെൻ്റ് ഔട്ട് ചെയ്യണ നേരത്ത് ഞാൻ അവളോട് പറഞ്ഞോ ഞാൻ കേൾക്കാം. എന്നിട്ട് അവൾ ആ വെൻ്റ് ഔട്ട് ചെയ്യണ നേരത്ത് ഞങ്ങൾ ഉറങ്ങിയിരുന്നു. മോർണിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ഹൗ മൈ മോർണിംഗ്. ഇതാണ് എൻ്റെ മോർണിംഗ് മൂഡ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ടു കുഞ്ഞു ആൻഡ് ജോ. എന്നും ഞാൻ രാവിലെ സിഗരറ്റ് വലിക്കാറില്ല, പക്ഷെ ഇന്ന് വലിക്കേണ്ട അവസ്ഥയാണ്. കാരണം എൻ്റെ ഒരു ഫോണിൻ്റെ ബാറ്ററി ചത്തു. അത് ബിസിനസ് ഫോണിലാണ് നമ്മുടെ നേരിട്ട് ബാങ്കിൽ നിന്ന് ബാങ്കിലേക്കുള്ള ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. രണ്ടും ഇതേ രാവിലെ ആയപ്പോൾ ബ്ലോക്ക് ആയി വെക്കണം. ബിക്കോസ് ഒരു ഫോൺ ചത്തു. മറ്റേ ഫോണിൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി, അതെന്തോ കിന്നി ചോദിച്ച് അതും ബ്ലോക്കായി. അപ്പോൾ ഒറ്റ ട്രാൻസാക്ഷൻ നടക്കാത്ത ദിവസം. ഐ ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. രാവിലെ എണീറ്റോ മോനെ? ഓക്കെ, ഈ വീട്ടിൽ ലൈറ്റ് കുറവാണെന്ന് ഒരാളും വിചാരിക്കണ്ട. ഞങ്ങൾ ഇവിടെ സ്പോട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കണം അല്ലേ? സാധാ വീട്ടിലേ പോലെയല്ല, ഇതൊക്കെ കടയിലെ കാണുന്നു, പക്ഷെ ഞങ്ങൾ വീട്ടിലൊക്കെ വാങ്ങിക്കാറുണ്ട് ഇതൊക്കെ. ഓക്കെ, ഹലോ. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി അയക്കണം. തൃശ്ശൂരാണ് എൻ്റെ മിറേഴ്സിൻ്റെ ഫാക്ടറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ കറി എടുത്ത് അന്ന് ചൂടാക്കാനുണ്ട്. ഇവിടെ നേരത്തെ എണീറ്റിട്ട് ജോലിക്ക് പോയ കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ചായയിൽ വെച്ച് ലൈഫ് സക്സ് ഗൈസ്. ഒരുത്തൻ രാവിലെ ജോലിക്കൊക്കെ ജോലിയല്ല, അവരുടെ ബിസിനസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ചായയെങ്കിലും വെച്ചിട്ട് പോവാം മിസ്റ്റർ ജോ. അത് ചെയ്യില്ല. പൂജാപ്പി ചായ ഇടുന്നുണ്ട്, ചോറിടുന്നുണ്ട്, ഇന്നലത്തെ ചിക്കൻ കറി ഇടുന്നുണ്ട്, ചൂടാക്കി. ഓക്കെ, അപ്പം അത്ര ബാഡ് മോർണിംഗ് അല്ലേ? പുറത്ത് വ്ളോഗ് ചെയ്യുന്നത് വളരെ ചാലഞ്ചിങ് ആണ്. ബിക്കോസ് സൗണ്ട് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയണില്ല. എനിവേസ്, നമ്മുടെ 2 ഫോണും ലോക്കായ സ്ഥിതിക്ക് ഇന്നത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നാണെങ്കിൽ നമുക്ക് കുറേ പേർക്ക് പൈസ അയച്ചു കൊടുക്കാനുണ്ട്. എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബാങ്കിൽ പോവാം, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. എനിക്ക് വലിയ ഉണ്ടാവണം ഉണ്ടാക്കാനല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്യാൻ വേണ്ടി പണിയിടുകാരൊന്നും എനിക്ക് വയ്യ. ഇപ്പം രാവിലെ എൻ്റെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ആ ജോ മാത്രമുള്ള പണിയെടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇതെല്ലാം അവൻ്റെ നാടകം മാത്രം. ആ നടന്നു പോണ ചേച്ചി കണ്ടോ? ആ ചേച്ചിയുടെ കയ്യിൽ ലോട്ടറി ഉണ്ട്. ആ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങി. എൻ്റെ 100 രൂപയാണ് ആ നടന്ന് പോണത്. ആ ചേച്ചിയുടെ വിചാരം എൻ്റെ കുറേ പൈസ ഉണ്ടെന്നാണ്. ഇന്നത്തെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്.
ബൈ ബൈ 100 രൂപ. ബൈ ബൈ. എന്നിട്ടയ്യേ എനിക്ക് നേരത്തെ പറഞ്ഞിട്ട് അടുത്ത് 5 മിനിറ്റിൽ ഈ സാധനം എടുത്തരാം. ഞാനതാ കറണ്ടിലെത്തും വിളിച്ചില്ല. 5 മിനിറ്റിൽ ഈ സാധനം കൊണ്ടുവന്നിട്ട് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ മനസ്സിലായില്ലേ അഖിലിന്റെ അടുത്ത് ഞാൻ ഇതിനെ ദേഷ്യപ്പെടണേന്ന്. ഇങ്ങനെയൊന്നല്ല ക്യാമറ ലൈറ്റ് കണ്ട എൻ്റെ ഒരാൾ ഒരിക്കലും ഒന്നും എനിക്ക് ചെയ്തു തരാറില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഞാൻ ഭയങ്കര സാഡാണ് ഇപ്പോൾ. ഐ എം വെരി സാഡ് റൈറ്റ് നൗ. കറി കുറച്ച് കണ്ണെന്ന് വെള്ളം പറ്റേ അതെങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. ഉണ്ടാക്കറിയോ അതെനിക്കറിയില്ല. പൊടി മാത്രം കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും വെള്ളം ഉണ്ടെന്ന് അറിയാലോ. നോക്കാട്ടെ വിളിക്കാം അത് കണ്ടുപിടിക്കേ. ഡിഷ് ടേസ്റ്റ് ചെയ്തതല്ലേ ആവോ. കൊണ്ടുവന്നോ ഉണ്ടാക്കിയത് വെള്ളം ഒഴിച്ചു കലക്കി. ഓക്കെ പഞ്ചസാര ഇടണോ? അപ്പൊ എന്തിനാ ഈ സാധനം ഉണ്ടാക്കാറിയില്ലേ? ഇല്ല, ഷുഗർ കൂടും. അതാ പഞ്ചസാര Sammalino. Escolamo. The presentation of the dish is quite impressive. Mind your language. And this is an abstract artwork. Yeah, man. Yeah. Hello. ഒരു ജഡ്ജ് കഴിഞ്ഞാൽ അടുത്ത ജഡ്ജ് വരുള്ളൂ. ഇത് ആരും തിന്നാൻ വരാറില്ല. Okay. And the flavors of this dish is amazing. Third. മിററിന്റെ ബിസിനസ് ആണ്. സോ ഐ ടു ഡെലിവർ മിറേഴ്സ് ഓൺ ടൈം. മോസ്റ്റ് ഓഫ് ദ ടൈം ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും അവിടെ ഡീപ് ക്ലീനിങ് ആയിരിക്കും. ആൻഡ് എല്ലാവരും മിറർ ലാസ്റ്റ് മിനിറ്റിലാണ് ഓർഡർ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിൽ ദേ തിങ്ക് അബൌട്ട് നൗ വി ഹാവ് ടു കീപ് മിറേഴ്സ്. നിങ്ങൾ എല്ലാ ദിവസവും മുഖത്ത് കണ്ണാടി നോക്കുമ്പോൾ ആലോചിച്ചോടെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ കണ്ണാടി വേണം. ആ കണ്ണാടിയുടെ ഓർഡർ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നോടെ. എല്ലാവരും ലാസ്റ്റ് മിനിറ്റിൽ തരും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഓട്ടം, ടെൻഷൻ. ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഗോയിങ് ടു ലിവ് മച്ച് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ബിസിനസ്. നമ്മുടെ ITR ഫയൽ ചെയ്യേണ്ട ദിവസം ലാസ്റ്റ് ഡേ ജൂലൈ 31 ആണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചെയ്യുക. സോ അതിൻ്റെ അതൊക്കെ ഞാൻ ജോനെയാണ് ഏൽപ്പിച്ചേക്കണേ. ആൻഡ് ജോ ഇസ് എ CA, പക്ഷേ ഒരു 5 പൈസയുടെ ബുദ്ധിയില്ലാത്ത CA. അപ്പോൾ അവരുടെ ഫ്രണ്ടാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഫ്ലാറ്റ് റൂം വൃത്തിയാക്കി അടിച്ചു വരെ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വൃത്തിയാക്കാൻ ഒരു മൂടുമില്ല. പക്ഷെ പൂജാപ്പി ദേഷ്യമായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സോ എത്രയും വേഗം നമ്മൾ വൃത്തിയാക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു.
അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സെറ്റായി അടിച്ചു വാരി തുടച്ചു. ഓക്കെ, അപ്പം നമ്മുടെ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് എനിക്ക് എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കണം. ആക്ച്വലി എനിക്ക് മനസ്സിലായി എന്താണ് എൻ്റെ മുടി ഇത്ര കൊഴിയണത്. ഇവിടുത്തെ എണ്ണ ശരിയാവുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് കാച്ച എണ്ണ തേച്ചപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എണ്ണ കഴിഞ്ഞു. സോറി ഗൈസ്. ഹലോ ഗൈസ്, കുളി കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞാൽ അങ്ങനെ തലൊന്നും തോർത്താത്തൊരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ വെറ്റ് ഹെയർ കിടക്കുന്നത് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുളി കഴിഞ്ഞു, സിറൊക്കെ പറ്റി എല്ലാം സെറ്റാക്കി ഇരിപ്പാണ്. ഇനി ഒന്ന് റെസ്റ്റ്. പണിയൊക്കെ കഴിഞ്ഞു, ഭയങ്കര പണിയായിരുന്നു. അതേ സാമിൻ്റെ ഫുഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയത്തി 3 ദിവസത്തെ കൂടെ കുളിക്കണ കുളി ഇന്നാണ്. അങ്ങനെ ഇന്നലെ കുളിക്കാണ്ട് ഇന്ന് നന്നായിട്ട് കുളിച്ചിരിക്കുകയാണ്. നല്ല സുഖമുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പീരീഡ്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാരണം ഇന്ന് കുറച്ച് പണിയെടുത്തപ്പോൾ ഒരു എന്താ പറയുക ബാക്ക് പെയിൻ ഒക്കെ വരുന്ന പോലെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി തലയൊക്കെ ഒന്ന് തോർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ബാക്കി പിന്നെ കാണാം. കുളി കഴിഞ്ഞിരിക്കുകയാണ്, ഫ്രഷായി. അപ്പം എനിക്ക് കുറച്ച് പണിയുണ്ട്, വർക്ക് ഫ്രം ഹോം അറിയാലോ. സോ ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ, പിന്നെ ബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഞ്ച് ടൈം ആയി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫുഡ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് ടൈമിൽ കഴിക്കണം. അതിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് ക്യൂസാറ്റ് കോളേജ് ക്യാമ്പസിൻ്റെ ക്യാൻറ്റീനിലാണ്. നമ്മുടെ കയ്യിൽ എപ്പോൾ പൈസ കുറവുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം. കാരണം ഇവിടെ ഒരു മീൽസിന് 35 രൂപ എന്തോ ഉള്ളൂ. പിന്നെ ഒരു ഓംലേറ്റും കിട്ടിയപ്പോൾ അടയ്ക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ മീൽസ് കഴിച്ചു, മീൽസും ഓംലേറ്റും. ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ പൂജ, പൂർണിമ, അഖിലൊക്കെ എന്താണാവോ കഴിച്ചത്? ദിസ് ഈസ് മൈ ബ്രഞ്ച് ഗൈസ്. കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ TV യൂണിറ്റ് നിലത്ത് കിടക്കുന്നത് ഹോളിൽ നിന്നില്ല, താഴത്തേക്ക് വീണു. അതിന് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ബ്രഞ്ചായിട്ട് കഴിക്കുന്നത്. പൊറോട്ട, എൻ്റെ ചിക്കൻ കറി, മുട്ട. നമ്മളിപ്പോൾ മാസ്റ്റർ ഷെഫ് വയ്ക്കും. സോ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കി തരുന്ന ആളുകൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ടില്ല. അവരെന്തായാലും തിങ്കളാഴ്ച തരുമെന്ന് പറഞ്ഞാണ്, പക്ഷെ തന്നിട്ടില്ല. 2 ദിവസത്തിൽ 2-3 പേരെ വീട് മാറ്റേണ്ട. എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. നാളേക്ക് എന്തായാലും റെഡിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ ഒരു ടൈപ്പ് ഫുഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ ഞാനിന്ന് കഴിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വേറെ ഇന്ന് ചപ്പാത്തിയും എഗ് ബുർജി ആക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ചിക്കൻ കറിയുടെ ബാക്കിയിൽ മുട്ടയിട്ടത് എഗ് ബുർജി ആക്കുന്ന സ്മാർട്ട് മൂവ് ഞാൻ ചെയ്തു. പണിയെടുക്കാൻ വയ്യ, അതാണ് മെയിൻ പരിപാടി. ഞാൻ ഇന്ന് റെസ്റ്റ് ഡേ ആണ്, നാളെ എനിക്ക് ഷൂട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടീസ് ഇതൊക്കെയാണ്. പിന്നെ ജോൻ്റെ ഫോൺ എന്തോ എന്നാ ഫ്രീസായി എന്നൊക്കെ കേട്ടു. സോ ജോ എന്താ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല അവിടെ. യാ, സോ സാഡ് ഫോർ ജോ. ഐ ഡോണ്ട് നോ ജോൻ്റെ ഡേ എങ്ങനെയാണ് പോണേന്ന്. എനിക്ക് പുതിയ ഓർഡർ വന്നു ഗൈസ്. ഓക്കെ, നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി വീടാണെന്നാണ് പറഞ്ഞത്. അവിടെ കുറേ മിറേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ എത്രയും വേഗം പോയിട്ട് അളവെടുക്കണം എന്ന് പറയുന്നു. പക്ഷെ എത്രയും വേഗം നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ സ്റ്റക്കാണ് നമ്മൾ. ബട്ട് നമ്മൾ ഇന്ന് തന്നെ പോകണം എന്നല്ല ആൾ ഉദ്ദേശിച്ചത്, എത്രയും വേഗം. അപ്പോൾ നമ്മൾ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് ആ പുതിയ വീട്ടിൽ പോവാം. ആൻഡ് അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരുന്നതാണ്. ബൈ. അത് നീ കുളിക്കണോണ്ട് പുറത്ത് വെച്ചതാണ്. ഞാനും അവിടെ അല്ലാത്ത കാരണം പുറത്ത് വെച്ചതാണ്. കൊള്ളാം. നോക്കിയേ, എന്റെ റൂമില് കണ്ട നീ അല്ല ഇവിടെ. ഇതാരെ തുറന്നത്? ഞാനാണോ? ഇതെന്താന്നൊക്കെ എനിക്ക് എങ്ങനെ അറിയാ? ബണ്ണ് തലയിൽ കെട്ടിയ റബ്ബർ ബാൻഡ്. ഞാൻ റബ്ബർ ബാൻഡില്ല, ഞാൻ ക്ലിപ്പ് ഔട്ട് ചെയ്തോളൂ. ഓക്കെ, ഈ കുഞ്ഞു കാരണം ഇതെല്ലാം ഹാപ്പൻ. ഞാൻ അഖിലിനോട് പറഞ്ഞെന്ന് ചെയ്യാൻ. ഞാൻ അഖിലിനോട് പറഞ്ഞതല്ല എടുത്തേക്കാൻ. ആ അതല്ല ഞാൻ അതെ ആ സാധനം പറിക്കാവുന്നു.
അടിക്കില്ലേ കുഞ്ഞു? ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് കാർ എടുക്കാൻ ഈ കാറിന്റെ ഉള്ളിലാണ് മോസ്റ്റ് ഓഫ് എൻ്റെ ലൈഫ്. ഇതെന്റെ ഓഫീസാണ്. അപ്പോൾ ഈ കാറിൽ അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ ക്ലയൻറ്റ് വിളിച്ചിട്ട് പറയാണ് ഒരു ഫ്രെയിമിൽ വ്യത്യാസം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ക്ലയൻറ്റിന് അത് ഉപകാരമായി. ഇപ്പോൾ ഞാൻ ഫ്രെയിമിൻ്റെ ചേഞ്ച് ഇവിടെ പറഞ്ഞു കൊടുക്കും, ഫ്രെയിമിൽ വ്യത്യാസം വരുത്തും. പക്ഷെ വേറെ 2 ക്ലയൻസിന് അവർക്ക് ഫ്രെയിം എന്തായാലും കിട്ടേണ്ടതായിരുന്നു. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇത് കാരണം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രയും വേഗം നാളത്തേക്ക് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ടൈം ഫോർ സം ഫുഡ്. സോ ഇതെൻ്റെ പ്ലേറ്റാണ്. വി ഗോട്ട് സം റൈസ്, എഗ് ബുർജി, തൈര്, അച്ചാർ, സം പൊക്കോട. ഐ ലൈക്ക് പൊക്കോട വിത്ത് ചോറ്. ഡു യു ഗൈസ് ലൈക്ക്? ദിസ് ഈസ് ഫോർ പൂജാപ്പി. സോ നമുക്ക് ആദ്യം കൊടുക്കാം. Thank you again for this beautiful dish. വെൽക്കം. Just all the ingredients on the taste test. Okay guys, കഴിച്ചിട്ട് ബൈ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോഴും ഈ കാറിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അയാൾ പറഞ്ഞു 5 മിനിറ്റ് ഞങ്ങളിപ്പോൾ തിരിച്ചു വിളിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 50 മിനിറ്റായി. ആൾ വിളിച്ചിട്ടില്ല. പക്ഷേ വി ഹാവ് ടു ഗിവ് ദം ടൈം. അവർക്ക് പെട്ടെന്നൊരു ഡിസൈനിൽ മാറ്റം വരുമ്പോൾ നല്ല ഡിസൈനേഴ്സ് എപ്പോഴും അവർക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും. അവർ വേറെ ആളുടെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്യും, അവിടെ സൈറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് അവർ ഡിസൈൻ ഡിഫറൻസ് പറഞ്ഞു തരുന്നത്. സോ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് സമയം എടുക്കുന്നത്. ആൻഡ് വി ഷുഡ് ഗിവ് ടൈം. നമ്മളൊരു ഡിസൈൻ എന്താ പറയുക ഏറ്റവും കറക്റ്റായിട്ട് കിട്ടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പോയി വീട് മാറ്റത്തിൻ്റെ തലേത് അയ്യോ മിറർ കയറുന്നില്ല, മറ്റേത് മറിച്ചത്, തലവേദന. സോ ഇറ്റ്സ് ഫൈൻ. ടേക്ക് യുവർ ടൈം മൈ ക്ലയൻറ്റ്, ടേക്ക് യുവർ ടൈം. ഐ വിൽ ബി ഹിയർ. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. ഒരേത്തൻ കൈ ഇങ്ങനെ വെച്ച് വ്ളോഗ് ചെയ്യുന്നത്. ഓ, അവിടെ എഴുതി വെച്ചൊക്കെയാണ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന്. അത് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. എന്തായാലും ഇവിടെ ആലി കഫേ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനിതൊരു ചായ കുടിച്ചിട്ടില്ല. നമുക്ക് ചായ കുടിച്ച് നോക്കാം. കാണാണ്ട് അവിടെ പാമ്പുണ്ട്. പോ. അമ്മ പാമ്പുണ്ട്. പാമ്പ് പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഉറക്കം വരുമ്പോൾ അത് ലേറ്റ് ഇടുന്നു. പുറത്ത് നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കാറിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, അത് ലൈറ്റ് വാങ്ങാനാണ്. പക്ഷെ ലൈറ്റ് വാങ്ങാൻ പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, പൈസ ഇല്ല. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കടം വാങ്ങൽ. ബാങ്കിൽ പൈസ ഉണ്ടായിട്ടും കടം വാങ്ങേണ്ട അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷെ പലപ്പോഴും അത് അങ്ങനെയല്ല. ബാങ്കിൽ പൈസ ഇല്ലാണ്ട് ഞാൻ കടം വാങ്ങാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ലോക്ക്ഡ് ആയിരിക്കുകയാണ്. തൃശ്ശൂർ പോകാണ്ട് അക്കൗണ്ട് ഓപ്പൺ ആവില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം ലൈറ്റ് കടക്കാരൻ്റെ അടുത്ത് പോയി അവരോട് കടം ചോദിക്കുന്നു. അവർ കടം തന്നില്ലെങ്കിൽ നമ്മൾ മറ്റാൾക്കാരുടെ നിന്ന് വാങ്ങി പൈസ റോൾ ചെയ്യുന്നു. ലെറ്റ്സ് സീ. ഹലോ ഗൈസ്, ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നൂഡിൽസ് കഴിക്കാനുള്ള മൂഡിലാണ്. ഇഷ്ടമുള്ളത് ക്യൂക്കമ്പറാണോ? ക്യൂക്കമ്പർ മാത്രമല്ല, നല്ല സാധനം. നമുക്ക് ലൈറ്റ്സ് കിട്ടി. നമുക്ക് ലൈറ്റ്സിന് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രം ബാംഗ്ലൂർ, ധന്യ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. താങ്ക് യു ധന്യ. പുള്ളിക്കാരത്തിയാണ് ഇന്ന് നമുക്ക് വേണ്ടി പേയ്മെന്റ് ചെയ്തത്. ആൻഡ് ബാങ്കും കാര്യങ്ങളെല്ലാം ശരിയായ നാളെ തന്നെ ഞാൻ തിരിച്ച് പുള്ളിക്കാരത്തിക്ക് ഇട്ടുകൊടുക്കും എന്ന് പുള്ളിക്കാരത്തിയോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം നാളെ ബാങ്ക് ശരിയായാൽ. അപ്പം നമ്മൾ നാളെ ബാങ്കിലേക്ക് പോകുന്നതാണ്. വിചാരം അഖിലിനെ എല്ലാം അറിയാമെന്നാണ്. മനസ്സിലാവേണ്ട. അഖിലിന് ഒരു തേങ്ങ അറിയില്ല. എല്ലാം ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് അവിടെ കിടന്ന് രാമിയോൻ ഉണ്ടാക്കുന്നത്. ഈ രാമിയോൻ എന്നുള്ള പേരടക്കം ഞാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. മനസ്സിലാവണ്ട. എന്നിട്ട് അതവിടെ ഉണ്ടാക്കാൻ പോകണം. അതിന് ഹെൽപ്പിന് ഒരു ഗുണമില്ലാത്ത ഒരു തിരിച്ചോണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ഒരു ഗുണമില്ലാത്ത ആ പെണ്ണ്.
പറയാൻ പോലും അറിയില്ല. എന്നിട്ട് അവർ രാമൻ്റെ അമ്മ എന്നാണ്. നമ്മളിത് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മിററുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ റിയാക്ഷൻ നോക്കാം. ഓക്കെ, ഡാർക്ക് മൂഡിലാണെന്ന് തോന്നുന്നു ഗൈസ്. ബൈ. ഓക്കെ, അപ്പം ഞാൻ നല്ല ഉറക്കമായിരുന്നു. നമ്മുടെ ജോ ആക്ച്വലി ഒരു മിറർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കൈ വളയില്ല. വ്ളോഗ് എടുത്തിട്ട് ഈ കൈ വളയില്ല. ചെറിയ പ്രശ്നമുള്ളൂ. സോ ദിസ് ഈസ് ഹൗ വി എൻഡ് ആർ ഡേ. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാമിയോൻ കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും കഴിക്കാറില്ല. വിൽ ഹാവ് മേ ബി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർ മേ ബി നമ്മൾ ലഞ്ച് ഓർ മേ ബി ഡിന്നർ ടുഗെദർ. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യിപ്പിക്കാം. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ടേസ്റ്റ് ഉണ്ട്. So guys, our noodles is ready. So Joe, he's here. നമ്മൾ ഇന്റർനാഷണലാ.